നമസ്കാരം. പ്രശസ്ത സിനിമാ നിർമ്മാതാവും നടൻ ജീവയുടെ പിതാവുമായ ആർ.ബി. ചൗധരി അന്തരിച്ചു. രാജസ്ഥാനിലെ ഉദയ്പൂരിലുണ്ടായ കാർ അപകടത്തിലാണ് അന്ത്യം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. 1988 സൂപ്പർ ഗുഡ് ഫിലിംസ് എന്ന നിർമ്മാണ കമ്പനി സ്ഥാപിച്ച് ദക്ഷിണേന്ത്യൻ സിനിമയിൽ തൻ്റെതായ മുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. 1990 പുറത്തിറങ്ങിയ പുതുവസന്തമാണ് അദ്ദേഹം നിർമ്മിച്ച ആദ്യ തമിഴ് ചിത്രം. മികച്ച ചിത്രത്തിനുള്ള തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഈ ചിത്രം സ്വന്തമാക്കി. കെ.എസ്. രവികുമാർ സംവിധാനം ചെയ്ത പുരിയാത പുതിർ അദ്ദേഹത്തെ സിനിമാ ലോകത്ത് ശ്രദ്ധേയനാക്കി. തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളിലായി നിരവധി സൂപ്പർ ഹിറ്റുകൾ അദ്ദേഹം സമ്മാനിച്ചു. 7 തവണ തമിഴ്നാട് സർക്കാരിൻ്റെ ചലച്ചിത്ര പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. മേജർ രവി സംവിധാനം ചെയ്ത കീർത്തിചക്ര ഉൾപ്പെടെയുള്ള മലയാള സിനിമകളുടെയും നിർമ്മാതാവാണ്. ഫഹദ് ഫാസിലും വടിവേലും ഒന്നിച്ച മാരീസനാണ് അദ്ദേഹത്തിൻ്റെ നിർമ്മാണത്തിൽ പുറത്തിറങ്ങിയ ഏറ്റവും അവസാനത്തെ ചിത്രം. സൂര്യവംശം, തുള്ളാതെ മനവും തുള്ളും, ആനന്ദം, ജില്ല, ഗോഡ്ഫാദർ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ സിനിമകളാണ്. ഒട്ടേറെ പുതുമുഖ താരങ്ങളെയും സംവിധായകരെയും ചൗധരി സിനിമാ ലോകത്തിന് പരിചയപ്പെടുത്തി. പ്രശസ്ത നടന്മാരായ ജീവ, ജിത്തൻ രമേശ് എന്നിവർ മക്കളാണ്. തിക്കിക്കുതേ, കീർത്തിചക്ര, ഈ കച്ചേരി ആരംഭം, രൗത്തരം തുടങ്ങിയ സൂപ്പർ ഗുഡ് ഫിലിംസ് ചിത്രങ്ങളിൽ ജീവ നായകനായിട്ടുണ്ട്. ജിത്തൻ രമേശ് നായകനായ പിള്ളയാർ തെരു കടൈസി വീട് എന്ന ചിത്രവും ചൗധരിയാണ് നിർമ്മിച്ചത്. സിനിമാ നിർമ്മാണ രംഗത്തേക്ക് കടക്കുന്നതിന് മുൻപ് സ്റ്റീൽ, കയറ്റുമതി, ആഭരണ വ്യവസായ മേഖലകളിലായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. തമിഴ്, മലയാളം, തെലുങ്ക്, ഹിന്ദി സിനിമകളടക്കം അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. ഗുഡ് നൈറ്റ് മോഹനുമായി ചേർന്ന് സൂപ്പർ ബാനറിൽ ചിത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. പിരിയാൻ തീരുമാനിച്ചതോടെ ചൗധരി ഗുഡ് നൈറ്റ് എന്നതിൽ നിന്ന് ഗുഡ് എടുത്ത് സൂപ്പർ ഗുഡ് ഫിലിംസ് എന്ന നിർമ്മാണ കമ്പനി പുനർനാമകരണം ചെയ്യുകയായിരുന്നു. തമിഴ്നാട്ടുകാരിയായ മെഹജീബിനെയാണ് ചൗധരി വിവാഹം ചെയ്തത്. ജീവയും ജിത്തനെയും കൂടാതെ അദ്ദേഹത്തിന് സുരേഷ് ചൗധരി, ജീവൻ ചൗധരി എന്നിങ്ങനെ 2 ആൺമക്കൾ കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത പുറത്തു വന്നതോടെ ചലച്ചിത്ര ലോകത്തെ പ്രമുഖർ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു. പ്രിയ സുഹൃത്തും സൂപ്പർ ഗുഡ് ഫിലിംസ് ഉടമയുമായ ആർ.ബി. ചൗധരി മികച്ചൊരു നിർമ്മാതാവ് എന്നതിലുപരി വലിയൊരു മനുഷ്യനായിരുന്നുവെന്ന് രജനീകാന്ത് അനുസ്മരിച്ചു. അനേകം യുവ സംവിധായകർക്ക് അദ്ദേഹം അവസരങ്ങൾ നൽകി. അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിൻ്റെ ഞെട്ടൽ മാറിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് രജനീകാന്ത് പ്രതികരിച്ചു. ഇതിഹാസ നിർമ്മാതാവ് ആർ.ബി. ചൗധരിയുടെ വിയോഗ വാർത്ത കേട്ട് ഹൃദയം തകർന്നുപോയി. വർഷങ്ങളായി എനിക്ക് അദ്ദേഹത്തെ അറിയാം. അടുത്തിടെ ഗോഡ്ഫാദർ എന്ന സിനിമയിൽ സൂപ്പർ ഗുഡ് ഫിലിംസിലൂടെ സഹകരിക്കാൻ സാധിച്ചു. നിരവധി പ്രതിഭകളുടെ കരിയർ രൂപപ്പെടുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു. ഇന്ത്യൻ സിനിമയ്ക്ക് ആർ.ബി. ചൗധരി നൽകിയ സംഭാവനകൾ വാക്കുകൾക്കതീതമാണെന്ന് ചിരഞ്ജീവിയും പ്രതികരിച്ചു.